Consumption of alcohol is strictly prohibited here. Hi guys, good morning. So രാവിലെ എണീറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കാരണം 6 മണിക്കൊന്നും എണീറ്റില്ല, ഒരു 9 മണിക്കൊക്കെ എണീറ്റുള്ളൂ. ആ സമയത്ത് എങ്ങാണ്ട് ഇവിടെ ഒരു 80-90 ഡിഗ്രി സെൽഷ്യസ് എങ്ങാലും ഉണ്ടാവും അല്ലേ? ആ അതെ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ കറൻ്റ്ലി നൊണ്ടിമേട് അങ്ങനെ അതൊരു സ്ഥലത്താണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 11 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് ഹോസ്റ്റലാണ് സെക്കൻഡ് ഡേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അത് ഡോമിറ്ററി ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അതിവിടെ അടുത്താണ് കേട്ടോ. ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന സ്ഥലം പറയുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെയും റോസ് ഗാർഡൻ്റെ ഒക്കെ അടുത്താണ്. ഒരു 2 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ, വോക്കബിൾ ഡിസ്റ്റൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ആദ്യം ലേക്കിൽ പോവാന്ന് ചോദിക്കും. എന്ത് ലേക്കാണ്? ഊട്ടിയിലേക്കോ? ഓക്കെ, ജസ്റ്റ് ഊട്ടിയിലേക്ക്, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ വ്യൂ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ കാണിച്ചത് തന്നെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ മോർണിംഗ് വ്യൂ. 6 മണിയുടെ വ്യൂ ഒന്നും എനിക്ക് കിട്ടിയില്ല, നല്ല തണുപ്പായത് കാരണം ഞാൻ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഇതിപ്പോൾ ഒരു കാലത്ത് ഒരു 10 മണി ആ ടൈമിലൊക്കെയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ ഗായ്സ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇല്ലേ, അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ ഒരേ സമയത്തിൽ നടക്കുന്നു ഗൈസ്. അതായത് ഇപ്പം നമ്മളൊരു റൂമില് എനിക്ക് കാറക്കൂടെ പോയ ചേട്ടൻ ഹായ് തന്നതാ, ഞാൻ തിരിച്ചു കൊടുത്തില്ല. ഇപ്പം നമ്മളൊരു റൂമിനകത്ത് ഇരുന്നിട്ട് നമ്മൾ AC ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ. പക്ഷേ ഞാൻ രാവിലെ എണീച്ച് പറഞ്ഞില്ല, രാവിലെ എണീച്ച സമയത്ത് എനിക്ക് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തത് ഞാൻ റൂമിൽ നിന്ന് ഡയറക്റ്റ് വന്നുകൊണ്ടാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തണുപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ ടൈൽസിലൊന്നും സോക്സ് ഇടാണ്ട് കാല് വയ്ക്കാനേ പറ്റുന്നില്ല, ഇങ്ങനെ കുത്തിന്. പുറത്ത് വന്ന് ഞാൻ ഇതൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ സൈഡ് ഭയങ്കര സൂര്യൻ്റെ വെളിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങി ലിറ്ററലി. അയ്യോ, ഞാൻ വിചാരിച്ചു ഈശ്വര ഞാനിതൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുക, ഈ ചൂടത്ത് ഞാൻ വേർത്തൊലിച്ച് നടക്കണമല്ലോ. പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ലൈക്ക് ഈ സൺറൈസ് ബ്ലോക്ക് ആവുന്ന സ്ഥലത്തൊക്കെ ഇല്ലേ, ലൈക്ക് ഇറ്റ്സ് ഡാം കോൾഡ്, തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു രാവിലെ തന്നെ എന്താ എന്നെ പോലെ എല്ലാവരും സ്വെറ്ററും ഇതൊക്കെ ഇടുന്നത്. ഇവിടെ നോർമൽ ഡ്രസ്സൊന്നും ആരും ഇടുന്നില്ല, എല്ലാവരും സ്വെറ്റേഴ്സ് ഓർ ദർ ഹാവിങ് സംതിങ് ടു ബ്ലോക്ക് ഫ്രം ദി കോൾഡ്, ലൈക്ക് ലിറ്ററലി സംതിങ് ടു പ്രൊട്ടക്ട് ഫ്രം ദി കോൾഡ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ആ സൂര്യൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ച് നേരം ചൂട് തോന്നിയത്. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് ഞാൻ പറയില്ല, ഇപ്പം എന്നെ പോലൊരു പേഴ്സണിന് അത് ഭയങ്കര തണുപ്പാണ് ഗൈസ്. എനിക്ക് തണുപ്പ് തീരെ പറ്റത്തില്ല. ഞാനും തണുപ്പും തമ്മിൽ പണ്ടേ ഞാൻ ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഉണ്ട്, തണുപ്പില്ല. ഞാൻ ഒരുപാട് തണുപ്പ് എന്നൊന്നും പറയില്ല കേട്ടോ. ഇപ്പം ഞാനിതിന് വരുന്നതിന് മുന്നേ ഒത്തിരി റീൽസിലും ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാത്ത പോലെ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടിക്കെട്ടി തണുപ്പാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു തണുപ്പാണ്, തണുപ്പുണ്ടാവും. അതായത് നിങ്ങൾക്ക് വരാം, ഇത് സീസൺ ആണല്ലോ, അത് കാരണം എല്ലാവിടെയും നല്ല തിരക്കാ. ഒരു ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ നേരെ പോയപ്പോണ്ടല്ലോ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അപ്പോൾ ഈ ടൈമിലൊക്കെ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് കേട്ടോ. യു ഗൈസ് ഷുഡ് കം. என்ன பேரு? நியூ லைஃப். நியூ லைஃப். இதோட பேரா? அப்படியா? இவன் பேரு நியூ லைஃபா? ஹலோ. ஓகே.
അപ്പം ഗൈസ് നമ്മുടെ ഹോസ്റ്റൽ എത്തിയപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ഇപ്പോൾ ഡോർമെറ്ററി ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കേട്ടോ ഹോസ്റ്റൽ. കാരണം നല്ല ഫെസിലിറ്റീസ് ആണ്. പിന്നെ ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ റൂംസിനും ഓരോ നെയിമാണ് കേട്ടോ. പിന്നെ ആ നെയിമിനനുസരിച്ചുള്ള വൈഫൈ പാസ്വേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് മൈ ബെഡ്. ഇതാണ് എൻ്റെ ബെഡ്. അപ്പം നമ്മൾ ലൈക്ക് 10 റൂംസ് ഉള്ള ഡോമാണ് കേട്ടോ നമ്മളിവിടെ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടത് ഒരു ഏരിയയിലുള്ള ബെഡാണ്. ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു സ്പേസിനകത്തുള്ള റൂംസാണ് കേട്ടോ ഇത്. ആൻഡ് ദെൻ ഇവിടെ റൂംസ് ഉണ്ട് നമുക്ക്. അടുത്തായി ഇതാ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇതാണ് നമ്മുടെ വാഷ്റൂം. Okay, wait, let me check it. Okay, so this is our washroom. അയ്യോ എനിക്ക് വേണ്ട, ഹീറ്റർ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാവിടെ, അത് കാരണം കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് ചെക്ക് ഇൻ ടൈം അറ്റ്സ് 12 PM. മോർണിംഗ് ചെക്ക് ഔട്ട് ടൈം വന്നിട്ട് 10 AM ആണ്. ഇത് കളിക്കുന്നത് കേട്ടോ, എന്താണ് ജലൂസൻ ചോദിക്കണോണ്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ ഇനി ലേക്കിലോട്ട്. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പക്ഷേ ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ മിക്സ് ചെയ്തടിക്കാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലേക്കിലോട്ട് പോകും. പിന്നെ ഇവിടെ തിരിച്ചൊരു 8 മണി 8:15 ആകുമ്പോഴേക്കും എത്തണം. കാരണം ഇവിടെ മറ്റേ ബോൺഫയർ ഉണ്ട് കേട്ടോ, ആ സംഭവം ഉണ്ട്. ആൻഡ് അത് 10 മണി വരെ ഉണ്ട്. 10 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ അവർ ആക്ഷൻ എടുക്കും. അതേപോലെ തന്നെ ഹൗസ് റൂൾസ് ഉണ്ട്. ലൈക്ക് നമ്മൾ ഔട്ട്സൈഡേഴ്സിനൊന്നും കൊണ്ടുവരാൻ പാടില്ല, യൂഷ്വലി ഉള്ള ഹൗസ് റൂൾസ്. പിന്നെ അതേപോലെ ഡ്രഗ്സ്, കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഇസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഹിയർ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ച് അവർ കേസെടുക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം. ഹോസ്റ്റലിലെ പക്ഷെ നൈസാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഹോസി ഫീലിംഗ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടെ ഡോം റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റൂൾസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, ദിസ് ഇസ് എൻ്റെ ഹൂഡി നല്ല രസമില്ല കാണാൻ. ചെസ് ഇത് നമ്മുടെ ഒരു കോമൺ ഏരിയയാണ്. നമുക്ക് കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. താഴെയൊക്കെ ക്യാരം ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ബുക്സ് വായിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ മാറിയിരിക്കാനൊക്കെ പറ്റുന്ന നമ്മുടെ ഈ LK ഹില്ലാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ പേര്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഓരോ റൂംസിനും ഓരോ പേരാണ്. നമ്മുടെ റൂമിൻ്റെ നേരെ കാണുന്നതാണ് കേട്ടോ ഈ ബാൽക്കണി. ആൻഡ് ഇവിടുന്ന് ഉള്ള വ്യൂ അടിപൊളിയാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ പറ്റും. അപ്പം നൈറ്റ് ടൈം ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോസ്റ്റൽ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രഞ്ച് കഴിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പം ഇല്ലേ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. നോക്ക്, ഇപ്പം ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ ഗൈസ്. അത് കേട്ടോ, നല്ല രീതിയിൽ മഞ്ഞുണ്ട്. ഇപ്പം ഇങ്ങനെ നല്ല തണുത്ത ബ്രീസ് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഊട്ടിയിൽ വന്നിട്ട് മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ? നമ്മൾ രാവിലെ ഇവിടെ ചൂടായിരിക്കും. ചൂടെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യില്ല. ചെറിയൊരു ബ്രീസ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ഭയങ്കര കാര്യമില്ല. ഇപ്പോൾ ഞാനൊക്കെ ഉണ്ട് ഈ ഒരു ഗെറ്റപ്പിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ഉള്ളിലൊക്കെ കുറച്ച് നടക്കാനും
കുറച്ച് കയറ്റൊക്കെ കയറുമ്പോഴത്തേന് നമുക്ക് വേർക്കാൻ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തണുപ്പാണ്. ഇവിടെ ഉച്ചയ്ക്ക് സൂര്യനില്ല, ഇവിടെ ഉച്ചയില്ല. ഇവിടെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഉച്ചയ്ക്കുള്ള ചൂട് ഇവിടെ രാവിലെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് നല്ല തണുപ്പടിക്കും. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. വൈകുന്നേരം എന്നല്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വായേന്ന് ഇങ്ങനെ ഒരു പുക വരില്ലേ, ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നാലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമുക്ക് രാത്രി എൻ്റെ വായന്ന് ഞാനിങ്ങനെ എന്നാൽ പുക വിടുന്ന സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മലയാളി ഹോട്ടലാണ് കേട്ടോ, റഹ്മാനിയ കാലിക്കറ്റ് ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഞ്ചിനൊക്കെ രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ ബിരിയാണി കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ചിക്കൻ ബിരിയാണിയാണ്. ഇന്നലെ ചിക്കൻ 65 ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇന്ന് നോർമൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് ഒരു മിനിറ്റ് ലൈമും കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്തേക്കല്ല, ഇന്നത്തെ ആദ്യത്തെ സ്ഥലത്തേക്ക് പോവാം. ഞാൻ പറയാത്ത ബിരിയാണിയാണ് കഴിച്ചത്. അത് വന്നിട്ട് ഇവിടെ ഖാലിദ്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിന്ന് നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ഏതൊരു 3/4 ഭാഗം എത്തിയപ്പോഴാണ് ആ കട കണ്ടത്. കറക്റ്റ് സ്ഥലമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ഒരുമാതിരി വായിക്കൊള്ളാത്ത പേരുകളൊക്കെയാണ്. അപ്പോൾ അവിടെ ഖാലിദ്സ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണി സെൻ്റർ എന്നാണ്. അത് നൈസ് ബിരിയാണി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ പൈസ ഉണ്ട്, അതിനനുസരിച്ച് പൈസ ഉണ്ട്. 240 സംതിങ് എന്തോ ആണ് അവിടെ പൈസ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ 2 സ്ഥലത്ത് കോമൺ ആയിട്ട് കുഷ്ക കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സാധാരണ തമിഴ്നാട് കുഷ്ക എന്നൊക്കെ പറയുമ്പോൾ മസാല ആയിട്ടുള്ള ഒരു റൈസ്, ബിരിയാണി റൈസ് അങ്ങനെയാണ്, അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഹോട്ടലിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ അത് വെറും പ്ലെയിൻ റൈസ് പോലെ തരുന്നതെന്നാണ് പറഞ്ഞത്. മസാല ഒന്നും ഇല്ല, ചുമ്മാ സാധനം, ഒന്നുമില്ല, രസമില്ല, ഫണ്ണില്ല. അപ്പം നമ്മൾ ബിരിയാണി. ഓക്കെ ഗൈസ്, സോ ദ ഫുഡ് ഇസ് ഹിയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രഞ്ച്. ഓക്കെ, മിനിറ്റ് നന്നായിട്ട് കറങ്ങാം. ഇപ്പോഴും കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ്, പക്ഷെ നല്ല എന്തൊരു ടേസ്റ്റ്. സ്പൂണൊന്നും ഇല്ല കേട്ടോ, കൈ കൊണ്ടൊന്നാണ്. നമ്മൾ എടുക്കുക, കുറച്ച് ചിക്കൻ എടുക്കുക, പിന്നെ കുറച്ച് മുട്ട കുറച്ച് വയ്ക്കുക, ഇത് രണ്ടും കൂടെ കൊള്ളാം. ഇന്നലെ വെച്ച ബിരിയാണി ഒരു വേറെ ഡിസൈൻ, അതായത് റെഡ് കളർ ഉണ്ടാവുമല്ലോ, ഒരു റൈസ് പോലെ മസാലയൊക്കെയുള്ള. പക്ഷെ അങ്ങനല്ല, ഒരു വൈറ്റ് ബിരിയാണി അല്ല, എന്നാൽ റെഡ് ബിരിയാണി അല്ല, അതിൻ്റെ ഇടയിലൊരു ബിരിയാണി കിട്ടുമല്ലോ, ആ ബിരിയാണി. வந்து மேலே டாப்பில் இருக்குது, டீ ஃபேக்ட்ரி பக்கத்தில் இருக்குது. அப்புறம் நீங்கள் மேலே போனீங்கன்னா இந்த மாதிரி வந்து உங்களுக்கு டீ எஸ்டேட் வரும். வர வழியில் இந்த மாதிரி ஃபைன் ஃபாரஸ்ட் வரும். வர வழியில் இந்த மாதிரி டீ ஃபேக்ட்ரி, சாக்லேட் ஃபேக்ட்ரி ரெண்டுமே இங்கேயே இருக்கும். உள்ள ப்ராசஸும் நீங்கள் பார்த்துக்கலாம். ரிட்டன் வர வழியில் வந்து உங்களுக்கு அந்த மாதிரி நியர்ஸ்ட் தொடர்பேட்டா போய்க்கு வியூ பாயிண்ட்டு, நீங்கள் மேலே போனீங்கன்னா வியூ பாயிண்ட் இருக்குது. നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ ഇത് നമ്മൾ ഈ കാണുന്ന ഊട്ടിയിലേക്ക് കവർ ചെയ്യാന്നുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഇപ്പുറത്താണ് സത്യം പറഞ്ഞാൽ ലീക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് പക്ഷേ പോകുന്ന വഴിയിൽ നമുക്കൊരു ഓട്ടോ ചേട്ടനെ നമ്മൾ കണ്ടു. പുള്ളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കാണുന്ന ആൾക്കാരെ വെച്ചിട്ട് ഭയങ്കര ലോവസ്റ്റ് പ്രൈസാണ് പുള്ളി ചാർജ് ചെയ്തത്. ആൾ പറഞ്ഞു കുറച്ച് പ്ലേസസ് കവർ ചെയ്യാം, ബട്ട് നമുക്കൊരു ചെറിയ എമൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയും ഒരു നമ്മളിപ്പം ഒരു ഉച്ച സമയമായാലും ഉച്ച മുതൽ ഒരു ഈവനിങ് 6 വരെ പുള്ളി നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാർജിൽ നമ്മൾ ഓക്കെ, എന്നാൽ നമുക്ക് ഒത്തിരി കുറച്ചും കൂടെ സ്ഥലങ്ങളും കവർ ചെയ്യുക. കാരണം കുറച്ചും കൂടെ ഇപ്പം ദൊഡബെട്ട ടീ ഫാക്ടറി അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയാസൊക്കെ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ചാർജ് കൂടുതലായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പം ഈ ചേട്ടനെ കണ്ടുകൊണ്ട് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളായി. കാരണം നമ്മൾ വേറെ വണ്ടിയൊന്നും ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്യുക, ലൈക്ക് കുറച്ച് ഡിസ്റ്റൻസിലുള്ളത്. പക്ഷെ പുള്ളീനെ കണ്ടുകൊണ്ട് നമ്മൾ എന്നാൽ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിങ്ങനെ ഹില്ലി പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ദൊഡബെട്ട വ്യൂ പോയിന്റില്ലേ അങ്ങോട്ടാണ്. അപ്പം അത്രയും ഹില്ലി ഏരിയ ആയത് കാരണം നല്ല തണുപ്പായിരുന്നു. പിന്നെ ഭയങ്കര ക്രൗഡഡാണ് കേട്ടോ ഇവിടെയൊക്കെ. ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് എന്തൊക്കെയോ കാണാന്നാണ്, അറിയില്ല കേട്ടോ. നോക്കാം. തലതിരിഞ്ഞ പൂ അവിടെ ഉണ്ട്. ഗൈസ്, എന്റെ ക്യാമറാമാനൊരു സംശയം, എന്തുകൊണ്ടാണ് ഈ പൂ തലതിരിഞ്ഞിരിക്കുന്നത്? അതിനൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ്. എൻ്റെ വ്യൂവേഴ്സിലായിരിക്കും ഇത്ര ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞോണ്ട്. ഇതാണ് ഇവിടുത്തെ ടെൻഷൻ. ഇത് നോക്കിയാൽ കാണുന്ന പറഞ്ഞു, പക്ഷെ ഇങ്ങനെ നോക്കേണ്ടത് അറിയില്ല ഗൈസ്. എന്തൊക്കെയുണ്ട് പിടിച്ചിരിക്കുക, പക്ഷെ കാണാനുണ്ടേ. ക്യാമറ ഉണ്ടെങ്കിൽ വായിൽ വെക്കുള്ളൂ. അത് ഞാൻ ക്യാമറയുടെ മുന്നിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഗായ്സ്, ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. നമ്മുടെ അടുത്ത വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ.